പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ. പരിശുദ്ധാത്മാവി നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓ മറിയമേ, എപ്പോഴും നീ ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു. നീ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മേ നീയും പങ്കുപറ്റിയില്ലേ. കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടത് എന്ന് നിനക്കറിയാം. അമ്മേ, നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. കാരണം ഗലീലയിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് സന്തോഷവും ആഘോഷവും മടങ്ങി വരട്ടെ. പിതാവിൻ്റെ ഹിതത്തിനനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യാൻ ദിവ്യസ്നേഹത്തിൻ്റെ മാതാവേ ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. മഹത്വപൂർണ്ണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകയെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. കന്യകാമറിയമേ, ഈ കൊറോണ വ്യാധിയുടെ പിടിയിലായിരിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ കരുണയുള്ള കണ്ണുകൾ തിരിക്കുക. പ്രിയപ്പെട്ടവരുടെ മരണവും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന തരത്തിൽ ചില സാഹചര്യങ്ങളുണ്ടായ മൃതസംസ്കാരവും ഓർത്ത് വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗം മൂലം ദുരിതം അനുഭവിക്കുന്നവരെയും അമ്മേ നീ പിന്തുണയ്ക്കണമേ. പകർച്ചവ്യാധി തടയാനുള്ള പരിശ്രമത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റപ്പെട്ടവരെയും ഭാവിയെക്കുറിച്ച് ആകുലതപ്പെടുന്നവരെയും
സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം മൂലം ജോലിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരെയും അമ്മേ നീ ആത്മവിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. ഈ കഠിനമായ പരീക്ഷണങ്ങൾ അവസാനിച്ച് പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ ചക്രവാളം ആരംഭിക്കുവാൻ ദൈവത്തിൻ്റെയും ഞങ്ങളുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, കരുണയുള്ള പിതാവിൻ്റെ മുൻപിൽ നീ ഞങ്ങൾക്കായി യാചിക്കുമോ? നിന്റെ ദിവ്യപുത്രനോടൊപ്പം കാനായിൽ എന്ന പോലെ ഇടപെടണമേ. രോഗികളുടെയും മരണത്തിനിരയാകുന്നവരുടെയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അവരുടെ ഹൃദയം വിശ്വാസത്തിലേക്ക് തുറക്കാനും നിന്റെ പ്രിയപുത്രനോട് ആവശ്യപ്പെടണമേ. പകർച്ചവ്യാധി മൂലം കഷ്ടത അനുഭവിക്കുന്ന ഈ കാലയളവിൽ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ അമ്മേ നീ സംരക്ഷിക്കണമേ. അവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കി മുൻപന്തിയിൽ നിന്ന് സേവനം ചെയ്യുന്ന അവരുടെ വീരോചിതമായ പരിശ്രമത്തിനൊപ്പം അവർക്ക് ശക്തിയും നന്മയും ആരോഗ്യവും നൽകണമേ. രാവും പകലും രോഗികൾ സഹായിക്കുന്നവരോടൊപ്പവും സുശേഷത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയോടെ എല്ലാവരെയും സഹായിക്കാനും പിന്തുണയ്ക്കാനും പരിശ്രമിക്കുന്ന പുരോഹിതരോടൊപ്പവും അമ്മേ നീ ആയിരിക്കണമേ. പരിശുദ്ധ കന്യകാമാതാവേ, ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനസ്സിനെ നീ പ്രകാശിപ്പിക്കുന്ന വഴി ഈ വൈറസിനെ കീഴ്പ്പെടുത്താനുള്ള യഥാർത്ഥ പരിഹാര മാർഗം കണ്ടെത്തുന്നതിന് ഇടവരട്ടെ. ദാരിദ്ര്യം മൂലം ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരെ ജ്ഞാനത്താലും ഉദാരമനസ്കതയാലും ഉത്കണ്ഠയോടെയും സഹായിക്കാനും സാമൂഹിക സാമ്പത്തിക പരിഹാരങ്ങൾ ആസൂത്രണം ചെയ്യുക വഴി ദീർഘവീക്ഷണത്തോടെയും ഐക്യദാർഢ്യത്തോടെയും പ്രവർത്തിക്കാനും അമ്മേ എല്ലാ രാഷ്ട്ര നേതാക്കളെയും നീ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, രാഷ്ട്ര നേതാക്കന്മാരുടെ മനസാക്ഷിയെ നീ സ്പർശിക്കണമേ. ആയുധശക്തി വർദ്ധിപ്പിക്കാനായി ചിലവിടുന്ന പണം ഭാവിയിൽ ഇത്തരം ദുരിതങ്ങൾ തടയാനുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അവർ വിനിയോഗിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മേ, ലോകമെന്ന വലിയ ഒരു കുടുംബത്തിലെ അംഗമാണെന്ന ചിന്തയിലും പ്രത്യേകിച്ച് എല്ലാവരും ഒന്നിപ്പിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള സ്വയാവബോധത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാരണം സാഹോദര്യ മനോഭാവത്തോടെയും ഐക്യദാർഢ്യത്തോടെയും നിരവധി ദരിദ്രരെയും ദുരിതത്തിൽപ്പെട്ടിരിക്കുന്നവരെയും സഹായിക്കാൻ ഞങ്ങൾക്കിതുവഴി സാധിക്കും. വിശ്വാസത്തിലുള്ള ഉറച്ച പ്രോത്സാഹനവും അവരെ സേവിക്കുന്നതിനുള്ള സ്ഥിരോത്സാഹവും പ്രാർത്ഥനയിലുള്ള സ്ഥിരതയും ഞങ്ങൾക്ക് നൽകണമേ. ഓ മറിയമേ, എളിയവരുടെ സങ്കേതമേ, അങ്ങേ കരവലയത്തിൽ നിന്റെ എല്ലാ വേദനിക്കുന്ന മക്കളെയും കാത്തുകൊള്ളണമേ. ഈ ഭയാനകമായ പകർച്ചവ്യാധിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ സർവശക്തനായ ദൈവം തൻ്റെ ശക്തമായ കരങ്ങളോടെ കടന്നു വരുവാൻ നീ ഇടയാക്കണമേ. അങ്ങനെ ശാന്തമായതും സാധാരണഗതിയിലുള്ളതുമായ ഒരു ജീവിതം പുനരാരംഭിക്കുവാൻ ഇടവരുത്തണമേ. രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമായി ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്ന നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. നീയറിയാതെ നിന്നിഴലാ അരുകിൽ വരും ദൈവം
സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം. കണ്ണിമ പൂട്ടാതോരോ ദിനവും കാവലിരിക്കുന്നു ദൈവം. കരളിൽ സ്നേഹത്തിൻ അമൃതം ചുരിയും വരമാരി പൊഴിയുന്നു ദൈവം. കണ്ണിമ പൂട്ടാതോരോ ദിനവും കാവലിരിക്കുന്നു ദൈവം. കരളിൽ സ്നേഹത്തിൻ അമൃതം ചുരിയും വരമാരി പൊഴിയുന്നു ദൈവം. നീ അറിയാതെ നിന്നിഴലാ അരുകിൽ വരും ദൈവം. സാന്ത്വനമേകും കുളിരലയായി തഴുകി വരും ദൈവം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഈ പരിശുദ്ധ കുർബാനയിൽ ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളും ചിന്തകളും പ്രവൃത്തികളും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ
അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കട്ടെ. നിയന്ത്രണത്തിലായിരിക്കട്ടെ. ഈശോയെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇടവകയെയും ഈ ദേശത്തെയും എല്ലാവിധ തിന്മകളിൽ നിന്നും എല്ലാവിധ പാപങ്ങളിൽ നിന്നും എല്ലാ പാപ സാഹചര്യങ്ങളിൽ കാത്തു സംരക്ഷിക്കണമേ. എല്ലാ രോഗപീഠകളിൽ നിന്നും പ്രത്യേകിച്ച് ഈ കാലത്തുള്ള പകർച്ചവ്യാധികളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ മഹത്വത്തിനായും തിരുസഭയുടെ നിയോഗങ്ങൾക്കായും പാപികളുടെ മാനസാന്തരത്തിനായും ശുദ്ധീകരണ ആത്മാക്കളുടെ മോചനത്തിനായും ഞങ്ങളുടെ തന്നെ പാപപരിഹാരത്തിനായും സ്വീകരിക്കണമേ. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായി വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാവിൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. പരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരി വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നന്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാം കന്യകതൻ വല്ലഭനീ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.
സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ നാഥ സമ്മോദമാ സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ നാഥ സമ്മോദമാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെയടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തിൻ്റെ സംഭൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാ നിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സമൃദ്ധനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേക്ക് സഹജമാവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരി, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതികരിലെ പാപികളായിട്ടല്ല. എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ
ക്രിസ്തു പാവത്തിൻ്റെ ശുശ്രൂഷകനാണോ? തീർച്ചയായുമല്ല. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുമെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുല രക്ഷകനാ മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ചീംതിലെ സഭയിൽ, യോഹന്നാനെ എഫേസുസിൽ, ജനതതി ഈ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായറോസ് അവിടെ വന്ന് ഈശോയെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. ഈശോ അവൻ്റെ കൂടെ പോയി. ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കണം? അത് കേട്ട് ഈശോ സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ വരുവാൻ അവൻ അനുവദിച്ചില്ല. അവൻ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികേ, എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീഥാ ഖൂമി എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റു. അവൾക്ക് 12 വയസ്സു പ്രായമുണ്ടായിരുന്നു. അവർ അത്യധികം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് ഈശോ അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവാൻ അവൻ നിർദ്ദേശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സിനഗോഗ് അധികാരിയുടെ മകളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു കൊച്ചു അനുഭവം അല്ലെങ്കിൽ ഒരു ജീവിത കഥ ഈശോ നമ്മോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയെല്ലാം
നമ്മളിലൊരു നവീകരണം നടത്താൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മോട് ചിലപ്പോൾ സംസാരിക്കുന്ന ചെറിയ കാര്യങ്ങളെ നമുക്കൊന്ന് കാതോർക്കാവുന്നതാണ്. ഈ വചനം വായിച്ചപ്പോൾ വിശുദ്ധ ബീഡ് ഈ കഥയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ക്രൈസ്തവ സമൂഹം മുഴുവനും മരിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ മരിക്കാറായിരിക്കുന്ന ഒരു സഭയെ രക്ഷിച്ചു തരണം എന്നാരോ ഒക്കെ വിലപിക്കുന്നുണ്ട്. ഈ സഭയെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ബീഡ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ആത്മീയമായി നമ്മളതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്ന പിതാക്കന്മാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ഈ പെൺകുട്ടി മരിക്കാറായി കിടക്കുന്ന ഈ സമയത്ത് ഈശോയുടെ അരികിലേക്ക് വരുമ്പോൾ 3 ആളുകളെ മാത്രമേ കൂട്ടുന്നുള്ളൂ. പത്രോസും യാക്കോബും യോഹന്നാനും. ഈ 3 ആളുകൾ ഈശോയുടെ ജീവിതവുമായിട്ട് വളരെയേറെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന 3 ആളുകളാണ്. രൂപാന്തരീകരണ മലയിലേക്ക് പോകുമ്പോഴും, ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴും, ജായിറോസിന് മകളെ ഉയർപ്പിക്കാനായിട്ട് പോകുമ്പോഴുമെല്ലാം ഇവരെ മാത്രം കൂട്ടുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ശിഷ്യന്മാരല്ലാത്തതുകൊണ്ടല്ല, എന്തുകൊണ്ടോ ഇവരെ മാത്രം കൂട്ടുകയാണ്. നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. നമ്മളോട് ഹൃദയ ചേർച്ചയുള്ള വ്യക്തികളെ മാത്രമേ ആത്മീയ അനുഭവത്തിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളോടൊരു ഹൃദയ ചേർച്ച ഉണ്ടാകണം. അല്ലാതെ ഒന്നിച്ചുറങ്ങി, ഒന്നിച്ചുണ്ടു, ഒന്നിച്ച് ജീവിച്ചു എന്നോർത്തൊന്നും ഈ ഹൃദയ ചേർച്ച ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഭവനത്തെ തന്നെ എടുക്കുക. നമ്മുടെ ഭവനത്തിൽ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിവുള്ള, അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആരാണുള്ളത്? അങ്ങനെ നോക്കുമ്പോൾ ഒരു വീട്ടിൽ പോലും 3 പേർ ഒരുമിച്ചിരുന്ന് ഹൃദയമായി പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള ഭവനമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എൻ്റെ ചിന്തയിൽ അത് വളരെ അസാധ്യമായൊരു കാര്യമാണ്. ഒരു വീട്ടിൽ താമസിക്കുന്നു, ഒരേ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നോർത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരാകണം. അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അത്ഭുതങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശക്തമായൊരു സന്ദേശം സഭയ്ക്ക് നൽകുന്ന ഒരു കാര്യമാണ്. ഒരേ കാര്യങ്ങൾ ചെയ്യുന്നവരായി, അങ്ങനെ ഒരു ഫങ്ഷൻ നിവർത്തിക്കുന്നവരായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരേ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, അതുകൊണ്ട് കാര്യമില്ല. യേശു പറയുന്ന പോലെ 2 സ്ത്രീകളെ തിരികളിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും. 2 പേര് വായിലിൽ ഉഴുതുകൊണ്ടിരിക്കും, ഒരുവൻ എടുക്കപ്പെടും. അപ്പോൾ ഈ 2 പേരും ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഹൃദയമായി ഒന്നായി ഒരേ വേവുലന്തിലാകുക എന്നൊക്കെ പറയും. ആ ഒരു അനുഭവം പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ആത്മാവിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഇത് ആവശ്യമാണ്. അതാണ് കർത്താവ് പറയുന്നത്, ഭൂമിയിൽ 2 പേർ ഒരുമിച്ച് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരും. ഈ 2 പേര് ചേരാനാണ് ഏറ്റവും വലിയ പാട്. ഈ 2 പേര് തമ്മിൽ ചേരുകയില്ല.
രണ്ട് പേര് തമ്മിൽ ദൈവത്തോട് ചേരാൻ വളരെ ഭാരമാണ്. അന്ന് ആദവും ഹവ്വയും കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സാത്താനോട് ചേർന്നല്ലാതെ ദൈവത്തോട് ചേരുന്നില്ല. സാത്താനോടാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേരും. എന്താണ്? പ്രത്യേക പശ അവൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അവനങ്ങനെ ഒട്ടിച്ചേർക്കാൻ കഴിവുള്ളവനാണ്. രണ്ടാമതൊരു ചിന്ത നമുക്കിവിടെ തരുന്നത്, ചിലരെയെല്ലാം പുറത്താക്കുകയാണ്. അലമുറ ഇടുന്നവരെയും കരയുന്നവരെയും വിലപിക്കുന്നവരെയും അവൾ മരിച്ചു എന്ന് പറയുന്നവരെയും ഇങ്ങനെ നെഗറ്റീവായ ചിന്തകൾ തന്നെ ഉള്ള ആളുകളെയെല്ലാം യേശു എന്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെതിരായി സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു 99% ആളുകളും ഈശോയ്ക്ക് ചുറ്റുമുണ്ട്. അവരെല്ലാം ഈശോ പുറത്താക്കുന്നു. ഇവരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പുറത്താക്കിയാലും അകത്ത് വരുന്ന ടീമുകളാണ് ഇവരെല്ലാവരും. ദേവാലയം ശുദ്ധീകരിക്കാനായിട്ട് ഈശോ ചാട്ടവാറെടുത്തുകൊണ്ട് പോയിട്ട് ഇതുങ്ങളൊക്കെ പുറത്തു പോയെന്നാണോ നിങ്ങളുടെ വിചാരം? കുറച്ച് നേരത്തേക്ക് വാതിലിനപ്പുറത്തേക്ക് മാറി നിന്ന് എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നുവെന്നല്ലാതെ അവരൊക്കെ സെക്കൻഡുകൾക്കുള്ള ഉള്ളിൽ കയറി. ഇവരെ ആരെയും നമുക്ക് പുറത്താക്കാനായിട്ട് അത്ര എളുപ്പമല്ല. ദൈവത്തിന് പോലും അസാധ്യമെന്ന് തോന്നുന്ന തരത്തിലാണ് ഇത്തരം നെഗറ്റീവ് നിഷേധാത്മകമായ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളെക്കാളേറെ വാക്കുകളാണ്. നിങ്ങൾക്കറിയാം, പ്രവൃത്തിയേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിവുള്ളത് വാക്കിനാണ്. പ്രവൃത്തി ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, എന്നാൽ വാക്കുകൾക്ക് പരിധിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പരിധിയില്ലാത്ത ക്രിയാത്മക ശക്തിയുള്ളതാണ് വാക്കുകൾ. അത് നിഷേധാത്മകമായ വാക്കുകളാണെങ്കിലും നല്ല വാക്കുകളാണെങ്കിലും ക്രിയാത്മകമായ വാക്കുകളാണ് ആയിക്കൊള്ളട്ടെ, നിഷേധാത്മകമായ വാക്കുകളായിക്കൊള്ളട്ടെ, അതിന് വല്ലാത്ത പ്രവർത്തന ശേഷിയുണ്ട്. എന്നാൽ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, നമ്മുടെ ചുറ്റും നാം ഉൾപ്പെടെ നിഷേധാത്മകമായ വാക്കുകളാണ് കൂടുതലും പറയാറുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സൃഷ്ടിക്കുന്നതിനേക്കാളേറെ നശിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവരാണ് നമ്മളെല്ലാവരും. വാക്കുകൊണ്ട് സൃഷ്ടിച്ചെടുക്കുക എന്നതിനേക്കാളേറെ വാക്കുകൊണ്ട് പ്രവർത്തിച്ച് നശിപ്പിക്കുന്നവരാണ്. ദേവാലയത്തിൽ വന്ന് ദൈവമേ അനുഗ്രഹിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. വീട്ടിൽ ചെന്ന് നമ്മൾ പരസ്പരം പ്രാകും. ദേവാലയത്തിൽ സൃഷ്ടിച്ചെടുത്തത് വീട്ടിൽ ചെന്നപ്പോൾ നശിപ്പിച്ചു കളയും എന്നാണ്. അപ്പോൾ ഈ നിഷേധാത്മകമായ ആ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് നമുക്കൊരു കാര്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ വിളിച്ചിറക്കാനും സാധിക്കില്ല. അപ്പോൾ ഈ ദൈവത്തെ നമ്മൾ വിളിച്ചിറക്കണമെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ജാരൂസിൻ്റെ കഥയിൽ വിശുദ്ധ ബീഡ് പറയുന്നത് പോലെ ഇന്ന് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാണ് ബീഡ് പറയുക. സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ നമ്മെ തന്നെ കുറിച്ച് ആലോചിക്കാം, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ആലോചിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മുടെ കൂടെ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ അതനുസരിച്ചാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കൂടെ കൂടുന്നവർ പറയുന്നത്, അതുകൊണ്ട് ഈ കൂടെ കൂട്ടുന്നവരെ വളരെയേറെ ശ്രദ്ധയുള്ളവരായിരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുകയും മറ്റുള്ളവരെ മുൻവിധിയോടെ കാണുകയും നിഷേധാത്മകമായി ഒന്നും തന്നെ ശരിയാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന കൂട്ടർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഒന്നും നേടാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ സമൂഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ ഒരു നന്മയും അവർ നമുക്ക് തരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുക, അടയാളങ്ങൾ സംഭവിക്കുക, എപ്പോഴും ഉന്നതമായ ചില വിശ്വാസങ്ങൾ പുലർത്താനും അല്ലെങ്കിൽ വിസ്മയത്തോടെ ദൈവം എങ്ങനെ ജോലി ചെയ്യുന്നു എന്ന്
കണ്ടുകൊണ്ട് അത്ഭുതാവഹമായി നിൽക്കുവാനെങ്കിലും കഴിവുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അങ്ങനെ അല്ലാത്തവർ ഒരു കാര്യവും നന്മയായി കൊണ്ടുപോകാൻ കഴിവില്ലാത്തവരാണ്. ജായറോസിൻ്റെ കഥയിൽ നമ്മോട് ദൈവാത്മാവ് പറഞ്ഞു തരുന്നൊരു കാര്യം. കുട്ടി മരിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. കുട്ടി ഉയർത്തെഴുന്നേൽക്കും. കുട്ടി മരിച്ചു കിടക്കുകയാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴും ഈശോ എന്താണ് പറയുന്നത്? സാരമില്ല, അവൾ ഉറങ്ങുകയാണ്. അബ്രാഹാം മലകയിലേക്ക് കയറാൻ പോകുമ്പോൾ എന്താണ് അവിടെ കാത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട് പോകുന്നത്? നിങ്ങളിവിടെ കാത്തിരിക്കുവിൻ, ഞാൻ ചെന്ന് ബലി കഴിച്ചിട്ട് വരാമെന്നല്ലല്ലോ, ഞങ്ങൾ ദൈവത്തിൻ്റെ ബലി അർപ്പിച്ചിട്ട് മടങ്ങി വരും എന്ന് തന്നെയാണ് പറയുന്നത്. അത് ശ്രദ്ധിച്ചോളണം. ഞാൻ മടങ്ങി വരുമെന്നല്ല, ഞങ്ങൾ മടങ്ങി വരും. അബ്രാഹത്തിൻ്റെ ഉള്ളിലുള്ളിൽ അറിയാൻ പാടില്ലേ ബലിയർപ്പിക്കാൻ പോകുന്നത് സ്വന്തം മകനെയാണെന്ന്? അറിയാം. എന്നാൽ ആ അറിവിന് അതീതമായൊരു വിശ്വാസം പുലർത്താനായിട്ട് അബ്രാഹത്തിന് സാധിച്ചു എന്ന വലിയ യാഥാർത്ഥ്യമാണ് നമ്മളവിടെ പഠിക്കുന്നത്. ബലിയർപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ഇങ്ങനെ സംഭവിക്കും എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ദൈവത്തിന് കാതു കൊടുക്കുക. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും പാവന സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ നീക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും അങ്ങയുടെ സുദൃഢമായ ഉദ്ധാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയിർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സ്രഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയിർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസ്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും വിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ചുപേക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാറ്റം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഖാതൻ സഖവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവ
ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. അങ്ങയെ ശുശ്രൂഷിക്കുന്ന കോവന്മാരും ശ്രാപ്പന്മാരും മുഖ്യദൂതന്മാരും അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. അവരോട് ചേർന്ന് അങ്ങയുടെ മേറ്റിൽ സ്ഥലത്തെ അജഗണമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിച്ച് ഒന്ന് ചേർന്നങ്ങയെ ആരാധിക്കുന്നു. ബലവാനും ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് അവർ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രന് ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വചനം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരിതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതരെന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായ ഈ മക്കൾ ഓരോരുത്തർക്കും ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ സ്വീകാര്യമാകുന്നതിനു വേണ്ടിയും വിദൂരങ്ങളിലായിരുന്ന ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു, അവർക്കും ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തുവോ അവർക്ക് വേണ്ടിയും ഈ ഇടവക സമൂഹം മുഴുവന് വേണ്ടിയും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചപ്പോൾ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ക്രൂവീസാപ്രിയന്മാർ ഉന്നത ദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിൻ മെയ് വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ മൂല്യമായ ശരീരരഹസ്യങ്ങളെ നമുക്കെല്ലാവരും ഭക്തിയോടെ സ്മരിക്കാം. അനുതാപമുള്ള അന്വേഷണത്തോടെ അപരാധനം പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതിരികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ജീവദായകനായ നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപ കാരുണ്യപൂർവ്വം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിയിൽ ദിവ്യകാരുണ്യേശുവെ സ്വീകരിക്കാം. എൻ്റെ യേശു, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനം ഏകട്ടെ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകളെ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ പാപങ്ങളുടെ കര മായ്ച്ചുകളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേറ്റിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കരം നിങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദുസ്ബൂറെടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്രപൂച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥപേക്ഷിക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ പീഡാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകൾക്കിടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. അതേ ശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ, 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ, 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ, 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ, അമലോത്ഭവം മറിയത്തിന്റെ കരയില്ലാത്ത ദിവ്യഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഈശോയുടെ തിരുഹൃദയം, എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ, മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ, മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ, മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. നമുക്കിങ്ങനെ ചൊല്ലാം. കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ചൊല്ലാം മറുപടിയായിട്ട്. ഈശോയെ, അങ്ങേ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ മനസ്സാക്ഷിയെ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ബുദ്ധിയെ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഈശോയെ എൻ്റെ കണ്ണുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഈശോയെ എൻ്റെ അധരങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഈശോയെ എൻ്റെ കാതുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ നാവിനെ കഴുകി വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ,
അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താൽ എന്നിലുള്ള ആസക്തികളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്നിലുള്ള ജഡികമായ ആസക്തികളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്നിലുള്ള ദ്രവ്യ ആസക്തികളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ കണ്ണിന്റെ എല്ലാ ദുരാശകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ രക്തത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങേ തിരുരക്തത്താൽ എന്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ അസ്ഥികളെ കഴുകി വിശുദ്ധീകരിക്കണമേ. എന്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ എന്നെ പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോ എന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെയും എന്റെ സഹപ്രവർത്തകരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ എന്റെ മാതാപിതാക്കളെയും പൂർവികരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോ മിശിഹായെ അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ അയൽവാസികളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ എല്ലാ അധികാരികളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോ അങ്ങയുടെ തിരുരക്തത്താൽ എല്ലാ ദൈവവചന ശുശ്രൂഷകരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ മാതാവേ, റോസാമിസ്റ്റിക്ക അമ്മേ, ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു. അങ്ങയുടെ മാതൃസ്നേഹത്താൽ അങ്ങയുടെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, കളങ്കമില്ലാത്ത കന്യകേ, കൃപയുടെ അമ്മേ, അങ്ങേ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും കരുണ പ്രാപിച്ചു തരണമേ. ഞങ്ങളുടെ യോഗ്യതയല്ല, അങ്ങയുടെ കരുണയാൽ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, ഈശോയുടെ അമ്മേ, ജപമാല രാജ്ഞി, ഈശോയുടെ മൗതിക ശരീരത്തിന്റെ അമ്മേ, പലവിധ കലഹങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ മക്കളെല്ലാവരും സ്നേഹത്തിൽ ഒന്നിക്കുകയും മാനസാന്തരത്തിന്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ. വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ വർദ്ധിപ്പിക്കണമേ. ദൈവവിളി സ്വീകരിച്ചവർ അതനുസരിച്ച് ജീവിക്കുവാനും അതുവഴി തിരുസുതന്റെ രാജ്യം വിസ്തൃതമാക്കുവാൻ ഇടയാക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രോത്സാഹിപ്പിച്ച മാതാവേ, തിരുസഭയുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും തിരുസഭാ ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് എല്ലാ വൈദികർക്കും സന്യസ്തർക്കും നന്മായ പ്രേക്ഷിതർക്ക് വേണ്ടിയും ഞങ്ങളുടെ ശുശ്രൂഷകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
കാരുണ്യമേ എൻ്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയാ തീർന്നൊരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. യേശുനാഥ സ്നേഹനാഥ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥ കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം ചുടുചോര ചിന്തുന്ന സ്നേഹം ചോര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. യേശുനാഥ സ്നേഹനാഥ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥ പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം ജീവൻ പകരുന്ന സ്നേഹം ശൂന്യമാകുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹദൂതാശയാ തീർന്നൊരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തി